ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ അടുത്ത വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ പരിപാടിയാണ്. കാരണം ഞങ്ങളുടെ ഞങ്ങളുടെ തക്കുവിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ തക്കുവിന് 5 വയസ്സാവുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് തക്കുവിന് ഇങ്ങനെ ഒരു കാണിച്ചു തരാം. ഇങ്ങനെ നോക്കി ഇവിടെ എന്തിൻ്റെ പ്രിപ്പറേഷൻസ് നടക്കുന്നത്. തക്കുവിൻ്റെ ബർത്ത്ഡേയുടെ പ്രിപ്പറേഷൻസ് ആണ്. തക്കുവിനെ ഞാൻ സർപ്രൈസ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ മമ്മിയുടെ അടുത്ത് ആക്കിയേക്കാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ കൊണ്ടാക്കിയിട്ട് ഇപ്പോൾ വന്നുള്ളൂ. അപ്പോൾ ഇതൊന്നും കണ്ടു കഴിഞ്ഞാൽ പിന്നെ സർപ്രൈസ് പോകുമല്ലോ. അപ്പോൾ അത് കാരണം ഇപ്പോൾ അവിടെ ആക്കിയിട്ട് ഇവിടെ വന്നിട്ട് ഫുൾ പ്രിപ്പറേഷൻസ് ആണ്. നാളെ ആളെ രാവിലെ ഇതൊക്കെ കണ്ട് ഞെട്ടിക്കാനാണ് പ്ലാന്. നമ്മുടെ നീതു ആണ്. ഇത് നീതു ഷെഫാണ്. ഇവളാണ് ഇതിൻ്റെ മൊത്തം കാര്യങ്ങൾ ഏറ്റെടുത്തേക്കുന്നത്. നമ്മുടെ നിലാവിൻ്റെ ബർത്ത്ഡേ കളർഫുള്ളാക്കാനുള്ള. അതെ, എത്രത്തോളം നന്നായിട്ട് വരുമെന്ന് അറിയില്ല. മാക്സിമം അടിപൊളിയാക്കുക. അതെ, അത് മാത്രമല്ല നമ്മുടെ നീതുവിൻ്റെ പുതിയ ഷോപ്പ് ഇനോഗ്രേഷനും കൂടിയാണ് മറ്റന്നാൾ അല്ലേ? അതെ അതെ. ഹെയർ ചോക്ലേറ്റ് അതിൻ്റെ വ്ളോഗ് നമ്മൾ വേറെ ചെയ്യുന്നതായിരിക്കും അല്ലേ? അപ്പോൾ നീതുവിൻ്റെ അതെയാണ് കേക്ക് കാര്യങ്ങൾ ഫുൾ ഡെക്കറേഷൻ. അപ്പോൾ സത്യം പറഞ്ഞാൽ നീതുവിൻ്റെ കേക്ക് കഴിക്കാൻ ഞാൻ വെയിറ്റിംഗ് ആണ്. ടക്കൊന്നും കണ്ടിട്ടില്ല, ടക്കൊന്നും കാണിച്ചിട്ടില്ല. ഞങ്ങൾ അവളെ കാണിക്കാതെ അവൾ കാണുമ്പോൾ ഞെട്ടണം എന്നുള്ള രീതിയിലാണ് മൊത്തം പ്ലാൻ ചെയ്തേക്കണേ. അപ്പം ഞെട്ടുമായിരിക്കും അല്ലേ? ഇനി ഇത് ഞെട്ടിട്ട് ഉറപ്പായിട്ടും ആദ്യമായിട്ട് നമ്മൾ ചെയ്യണം ഇങ്ങനത്തെ ഒരു ലൈറ്റൊക്കെ വെച്ച്. ബലൂണൊക്കെ ചെയ്യാറുണ്ട്, പക്ഷേ ഇങ്ങനത്തെ ബോർഡൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. മാനേജർ, ഞങ്ങളുടെ സ്വന്തം മാനേജർ ആകാശ് പിള്ളരിക്കൽ. എങ്ങനെയുണ്ട് ഇങ്ങനൊരു ബാൻഡിൻ്റെ കൂടെ വന്നിട്ട് ആൾക്ക് പരിചയമുള്ളൂ കേട്ടോ. ഇതാദ്യമായിട്ടാ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അറിയണ്ടായ എന്തിനും ഏതിനും നമ്മുടെ വലങ്കയായിട്ടുള്ള ആകാശ് നടക്കട്ടെ അല്ല. ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ. നമ്മുടെ ആരോമലുണ്ട്, നമ്മുടെ നീതുവിൻ്റെ വലങ്കയാണ്. നീതുവിൻ്റെ നമ്മുടെ ഹെയർ ചോക്ലേറ്റിൻ്റെ മെയിൻ ആളാണ് അല്ലേ? ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ആരോമൽ എന്താ പറയാനുള്ളത്? അടിപൊളിയാണ്. ചേച്ചിനെ പറ്റി ഭയങ്കര അഭിപ്രായല്ലേ? കിച്ചൻ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അത് ഞങ്ങളുടെ ഫാമിലിയാണ്. ഫാമിലി എന്ന് പറഞ്ഞാൽ ഫാമിലി. എൻ്റെ ബ്രദറാണ് എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാത്തിനും എപ്പോഴും കൂടെ ഉണ്ടാവണം. ഇമോഷണൽ ആവുന്നു. അത്രയും അറ്റാച്ച്ഡാണ് കിച്ചുമായിട്ട്. അപ്പോൾ എന്തിനും ഏതിനും. കാരണം എന്നെ അറിയുന്ന കുറച്ച് പേർക്കൊക്കെ അറിയാം. എൻ്റെ എല്ലാ പാട്ടും റെക്കോർഡ് ചെയ്യുന്നത് ശരിക്കുള്ള പേര് കിഷൻ ശ്രീബാൽ എന്നാണ് കേട്ടോ. നമ്മൾ കിച്ചു എന്ന് വിളിക്കും. അപ്പോൾ എല്ലാ പാട്ടും റെക്കോർഡ് ചെയ്യുന്നതും സെറ്റ് ചെയ്ത് തരുന്നത് കിഡിലാക്കി തരുന്നത് ഇവനാണ്. അതുപോലെ നമ്മുടെ എല്ലാ പാട്ടും ബാൻഡിൻ്റെ പാട്ടെല്ലാം മിക്സ് ചെയ്യുന്ന മിക്സിങ് എഞ്ചിനീയറാണ്. അമോർ സ്റ്റുഡിയോസും കസക് മ്യൂസിക് സ്റ്റുഡിയോ ഒക്കെ നമ്മുടെ സ്റ്റുഡിയോ നമ്മൾ ഒന്നിച്ചാണ് പണി തുടങ്ങിയതും ഇതാക്കിയതും. അപ്പം ഞങ്ങളൊരു ജേണി കുറേ കാലമായിട്ട് ഒന്നിച്ചാണ് അങ്ങനെ. അപ്പോൾ തക്കുവിൻ്റെ ചെറിയ തൊട്ടുള്ള പ്രായം തൊട്ട് നീ കൂടെ ഉള്ളതല്ലേ? സെറ്റാണ്. നമ്മളിവിടെ തക്കുവിനെ ഞെട്ടിക്കാനുള്ള പരിപാടിയാണ്. ഞെട്ടട്ടെ തക്കു. എന്തായാലും ബലൂൺ ഇവിടെ കുറേ എണ്ണം പൊട്ടിച്ചു അല്ലേ? ഈ ബലൂൺ ഇതിൽ പിടിക്കുന്നില്ല അല്ലേ? ഇത് ത്രെഡ് റെഡിയാക്കി വരിക. അതെ, ഈ സംഭവം അതിൻ്റെ ഉള്ളിൽ ഒട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇപ്പം ഗൂളൻ ത്രെഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കണേ? ഒട്ടിച്ചുകൊണ്ടിരിക്കണോ? ഇതെന്താ ഒട്ടിക്കുന്ന സാധനം? ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. നീ കണ്ടുപിടിച്ചതാ? അടിപൊളി. തക്കുവിന് എത്തട്ടെ. അതെ, തക്കുവിനോട് ഞാൻ പറഞ്ഞേക്കുന്നത് റെക്കോർഡിങ്ങിന് പോകാന്നാണ്. അപ്പോൾ റെക്കോർഡിങ് ഉണ്ടാകുമ്പോൾ തക്കു ഇടയ്ക്കിടയ്ക്ക് പറയും, അമ്മ റെക്കോർഡിങ്ങിന് പോവുകയാണെങ്കിൽ എന്നെ എന്നാൽ അമ്മമ്മയുടെ അടുത്താക്കാൻ പറയും. അപ്പോൾ അങ്ങനെ പറ്റിച്ചേക്കാണ് ഇപ്പോൾ. അമ്മമ്മയുടെ അടുത്ത മമ്മി റെക്കോർഡിങ്ങിന് പോയിട്ട് വേഗം വരണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുക്കങ്ങളൊക്കെ നടന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് നാളെ രാവിലെ ഫുൾ കാണിച്ചു തരാം. ബാക്കി വീഡിയോ നാളെ എടുത്തിട്ട് കാണിച്ചു തരാം. ഹായ്, അപ്പോൾ നമ്മുടെ മോർണിംഗ് ബർത്ത്ഡേ പാർട്ടിയുടെ പരിപാടികളൊക്കെ ഏതാണ്ട് സെറ്റായി. ജസ്റ്റ് ഒന്ന് കാണിച്ചോ. ഉച്ചയ്ക്ക് നമ്മൾ 2 സെഷനായിട്ടാണ്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് നമ്മുടെ ഫാമിലി, ഉച്ചയ്ക്ക് ശേഷം ഈവനിങ് നമ്മുടെ ഫ്രണ്ട്സും, അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ
ഉച്ചയ്ക്കുള്ളൊരു പരിപാടിയുടെ ഏതാണ്ടൊക്കെ സെറ്റായിട്ടുണ്ട്. കേക്ക്, ബലൂണൊക്കെ. കേക്ക് നീതു ഓടി വാ. കേക്കിൻ്റെ ആളവളായതുകൊണ്ടേ. ഇതെന്ത് കേക്കായിരുന്നു പേര് പറഞ്ഞേ? ഇത് മിൽക്ക് കേക്ക്. മിൽക്ക് കേക്ക്. ഇത് വരച്ചേക്കുന്നത് എന്ത് സംഭവമാണ്? ഇത് ക്രീം തന്നെയാണ്. ക്രീം തന്നെ അല്ലേ? നല്ല കളർ, ലൈറ്റ് ഒരു കളർ കൊടുക്കാം. നല്ല രസമുണ്ട്. അപ്പോൾ കേക്ക് സെറ്റായി, ബലൂണൊക്കെ സെറ്റായി. പിന്നെ ഉമ്മച്ചി വാപ്പച്ചിക്ക് എത്തിയിട്ടുണ്ട്. വാപ്പച്ചി എന്താണ്? വാപ്പച്ചി ഉമ്മച്ചി ഇങ്ങോട്ട് വാ. ഉമ്മച്ചിയും വാപ്പച്ചിക്ക് ആമയൊക്കെ നേരത്തെ തന്നെ എത്തി. സെറ്റാണ്, ഇവിടെ എത്തിയിട്ടുണ്ട്. സെറ്റല്ലേ? എക്സൈറ്റഡ് ആണ് വാപ്പച്ചി. വാപ്പച്ചി നമുക്ക് അങ്ങനെ കാണാൻ കിട്ടില്ല കേട്ടോ. വല്ല കാലത്താണ് ആൾ ഇങ്ങോട്ട് വരേണ്ടത്. തക്കുവിൻ്റെ ബർത്ത്ഡേ കൊണ്ടാണ് സന്തോഷത്തിൽ വന്നേക്കണേ അല്ലേ? ഓക്കെ, അതായത് നമ്മുടെ ആമി ഫ്രണ്ടിലേക്ക് കയറി വന്നിട്ട് നീങ്ങിക്കാൻ കാണുള്ളൂ. ആമി റെഡി ആണല്ലേ? നല്ല സുന്ദരിയൊക്കെ ആയിട്ട് രാവിലെ തന്നെ വന്നിട്ടുണ്ട്. കേക്ക് കഴിക്കണ്ടേ നമുക്ക്? പിന്നെ എന്താ കൊണ്ടുണ്ടല്ലോ തക്കുവിന് ഇല്ലേ? ഉമ്മച്ചി തക്കുവിന് വേണ്ടി അടിച്ച ഉടുപ്പുകൾ കാണിച്ചു തരാം. ഇങ്ങോട്ട് വാ. ജസ്റ്റ് ജമ്മ വെറുതെ പെട്ടെന്ന് ഓടിച്ച് കാണിക്കതാ. 1 അല്ല, കാണുന്നുണ്ടോ? 1 2. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊക്കെ ഉമ്മച്ചി സ്റ്റിച്ച് ചെയ്താണ് കേട്ടോ. പാരഡൈസ് ഡിസൈൻസ് ബൈ ഷാഹിദ. ഉമ്മച്ചിയുടെ ഓൺ ഷോപ്പാണ്. അതെ, ആർക്കെങ്കിലും ഓർഡർ വേണമെങ്കിൽ DM ചെയ്താൽ മതി. ഇത് വേറെ. ഇതൊക്കെ തക്കു വന്നിട്ട് തക്കുവിനെ കാണിച്ചിട്ട് ഒക്കെ എടുത്ത് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. അപ്പം അങ്ങനെ കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾക്ക് കേക്ക്, നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഫുഡുകാർക്ക് പിന്നെ കാണിച്ചു തരാം. അപ്പം ഏതാണ്ടൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പം ഞാനിനി പോയിട്ട് തക്കുവിനെ വിളിച്ചിട്ട് വരാം. തക്കു അവിടെ അമ്മമ്മയുടെ ഫ്ലാറ്റിലാണ്. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മമ്മയുടെ ഫ്ലാറ്റിലാണ്. എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താണ് മമ്മി വരാത്തതെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് അവിടെ. അപ്പം ഞാൻ പോയിട്ട് കൊണ്ടുവരാം. ഡ്രസ്സൊക്കെ കൊണ്ട് ഞാൻ പോട്ടെ. പോയിട്ട് വേണം അവിടെ കൊണ്ട് ഇടിക്കാൻ. ഓക്കെ, എൻ്റെ റോളിട്ട് പിന്നെന്താ പ്രത്യേകത? നടക്കൂരുണ്ടോ? സർപ്രൈസാണ് തക്കൂര്. ആളെ ഞെട്ടിട്ടാ. സർപ്രൈസ്. എക്സൈറ്റഡ് ആയി പോയി. ഒരാളില്ലല്ലോ ഇവിടെ. ഒരാളെന്ത്? ദീദി. ആമി ദീദി. തക്കു വന്നു. തക്കു ഒരു പല്ല് ഡോക്ടർ അടുത്തേക്ക് പോയില്ലേ? തക്കുന് മനസ്സിലായ? പല്ല് ഡോക്ടർ അടുത്തേക്ക് പോകുന്ന നമുക്ക് കേക്ക് മുറിച്ചല്ലോ. കേക്ക് മുറിക്കാം. തക്കുന് ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു സർപ്രൈസില്. തക്കു കേക്ക് കണ്ട? കേക്ക് നോക്കിയേ. നീതുവിന്റെ കേക്ക് നോക്കി. നീതുവാണ് ഉണ്ടാക്കിയത്. എല്ലാത്തിന്റെ പേരാ വിളിക്കണേ. ആ ലിപ്സ്റ്റിക്ക് ഇങ്ങോട്ടാ. ആൾക്കൊരു ധൈര്യത്തിന് പറയാം. ലിപ്സ്റ്റിക്ക് ഞാൻ കയ്യിൽ പിടിക്കും. എനിക്ക് അത് വേണം. ബർത്ത്ഡേ ഉണ്ട്. ഞാൻ പിന്നെ സമ്മതിച്ചു. ഇല്ല, തക്കു കട്ടിയുള്ളത് കേക്ക്. തക്കു ഫോട്ടോ എടുക്കട്ടെ. ഇന്ന് ഫോട്ടോ എടുക്കാൻ പറയുമ്പോൾ നിൽക്കണം കേട്ടാ. അതൊക്കെ പിന്നെ കറങ്ങി എന്തെങ്കിലും തിരിഞ്ഞു കത്തിട്ട് വാ. കഷ്ടപ്പെട്ടുണ്ടാക്കിയ കേക്ക്. തക്കുന് എത്ര ഇയേഴ്സായി? എത്ര വയസ്സായി? ഇതെന്താ? ഏതാ നമ്പർ ഇത്? 5 ഇയേഴ്സായി തക്കുന്. കബൂറായി പോയിരുന്ന. ഓക്കെ തക്കു. മമ്മിയില്ലേ തക്കുനോട് കാര്യം പറയട്ടെ. മമ്മിക്ക് നല്ല റെക്കോർഡിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല.
ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി തക്കുവിനെ പറ്റിച്ചതാ. തക്കു വന്ന് ഇതൊക്കെ കാണില്ലേ, അപ്പൊ പിന്നെ സർപ്രൈസ് ഉണ്ടാവോ? തക്കുവിന്റെ കൂടെ ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സർപ്രൈസ് ഉണ്ടാവോ? ഇല്ലേ, തക്കു ഞെട്ടിയില്ലേ? സർപ്രൈസ് ആയില്ലേ? അതാണ് പറഞ്ഞത്. ബലൂണിൽ കളിക്കണം. ബലൂണിൽ കളിക്കാം. കാറ്റാണ് ഫുള്ള്. ഇതങ്ങ് എടുത്തോണ്ടേ അധികം. ഇനി എടുത്താൽ ഇത് കൊടുത്തില്ലേ? അവൾക്കട ആദ്യം കൊടുത്തേ. ഉമ്മച്ചി ഉമ്മച്ചി ഇനി ഉമ്മച്ചി കൊടുക്കും. ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ട് കിച്ചു നീതു തക്കുന്റെ നീട്ടോ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു പറയ്. സർപ്രൈസ് ആയില്ല തക്കു. ആദ്യം സർപ്രൈസ് ആയി പോയാ. പ്രേമുണ്ടേ കേട്ടോ? ചോക്ലേറ്റ് വല്ല കേട്ടോ? ഷോപ്പിന്റെ പേരെന്താ? നീതുന്റെ ഷോപ്പിന്റെ പേരെന്താ പറയ്? ഹെയർ ചോക്ലേറ്റ്. അറിയാതൊക്കെ അറിയാതൊക്കെ എന്നാ ഒന്നുകൂടി പറഞ്ഞേ. എന്താ നീതുന്റെ ഷോപ്പിന്റെ പേര്? ഹെയർ ചോക്ലേറ്റ്. ആ നീതുന്റെ ചോക്ലേറ്റ്. ഡാഡയുടെ മമ്മിയുടെ ഗിഫ്റ്റാണ്. ഡ്രസ്സും ഷൂസും ഒക്കെ. ഇന്ന് രാവിലത്തെ ഇന്ന് വൈകുന്നേരമുള്ള ഡ്രസ് ഗിഫ്റ്റ് എവിടെയാന്ന് ചോദിച്ചില്ലേന്ന്. ഗിഫ്റ്റ് കുട്ടിക്ക് വേണം. നമ്മുടെ അച്ഛൻ്റെ ചേച്ചിന്റെ ഇങ്ങനെ 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 പിടിക്കാം. ഇഷ്ടക്കുന് ഇഷ്ടപ്പെട്ടുണ്ട്. ഇതൊക്കെ ആമിയുടെ അല്ല ആമിയുടെ ഗിഫ്റ്റ് വഹിക്കുക. ആമിയുടെ ഗിഫ്റ്റ് പാദസരോ. ഇതിന്റെ ഉള്ളിലെന്താ നോക്കിയേ? എടി ഇതാണ് ഗിഫ്റ്റ്. ഇതാണ് ഗിഫ്റ്റ്. പാദസരം ഇട്ടോക്കിയേ. ഓ ഇത് കണ്ടു. പാദസരോ. അതെ അതെ. അല്ല ഊരണ്ട, പുതിയതത് ചളിയൊന്നും. ആ പാക കേട്ടോ പാക. കിളിങ്ങും തപ്പിനെ എവിടെ പോയാലും അറിയാൻ പറ്റും. അല്ല പിന്നെ കിളിങ്ങിലിങ്ങനെ പ്രശ്നമാവില്ല വിജയ്. ആ
അപ്പൊ അല്ലാതെ തീർന്നില്ലേ? തീർന്നൂലേ? അതെ, ഇവിടെ ഇത്ര ആൾക്കാരല്ലേ ഉള്ളൂ. എപ്പോഴെപ്പോഴും ഗിഫ്റ്റാണ് അല്ലേ? എപ്പോഴെപ്പോഴും ഉമ്മച്ചിയും അമ്മമ്മയും മാമനും ഒക്കെ തരാറില്ലേ? മാമൻ തന്നില്ലല്ലോ. ചോദിച്ചു മേടിക്കുക. ആൾക്ക് കറക്റ്റ് മനസ്സിലായി. മാമൻ തന്നില്ലല്ലോ. മാമനെ ഗിഫ്റ്റ് വൈകിട്ട് വരും കേട്ടോ. താങ്ക് യു പറഞ്ഞേ. താങ്ക് യു ഉമ്മച്ചി, താങ്ക് യു അമ്മമ്മേ എന്നൊക്കെ പറഞ്ഞേ. പറഞ്ഞില്ലേ? താങ്ക് യു നീതു പറയും. കേക്ക് കഴിച്ചില്ല, ഉണ്ടാക്കി കൊടുക്കുന്നു. അതായത് നീതുവിന്റെ ഷോപ്പാണ് ഹെയർ ചോക്ലേറ്റ്. നാളെ ഓപ്പണിംഗ് ആണ്. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചേട്ടന്മാരെ ഒന്നിച്ചില്ല, സീനിയേഴ്സ് ആയിരുന്നു. എന്താ പറയാ, പഠിച്ചെന്ന് പറയാൻ പറ്റില്ല, കോളേജിൽ പോയി അടിച്ചു പൊളിച്ചു. വിവാഹിതരാകുമ്പോൾ പോകുന്ന ആൾക്കാരാണ്. നമ്മള് കണ്ടിട്ടില്ലല്ലേ? ഇല്ലല്ലോ, എനിക്കില്ല, പരിചയമില്ല. ആളവിടെ ഗിഫ്റ്റ് പാക്കറ്റ് ഒക്കെ പൊട്ടിച്ചിട്ടോ. അതല്ല പിന്നെ അത് കേക്കിന്റെ എന്താ ഐഡിയ നോക്കട്ടെ. അരുൺ തന്നാണോ തക്കുവിന്? എന്തോ സംഭവമാണ്. മമ്മി തുറന്നേട്ടെ. ഇത് തക്കു ക്ലേ ഉണ്ടാക്കണ മെഷീനാ. തക്കുന് ഭയങ്കര ഇഷ്ടാവും. മമ്മി പൊട്ടിച്ചേരാം. അരുൺ തക്കുവിന് കൊടുത്ത ഗിഫ്റ്റ് ആണ് കേട്ടോ. തക്കുന് ഭയങ്കര കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ. അതിനൊക്കെ ഇതില് കുറച്ച് ഇരിക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് ഇരിക്കാമല്ലോ ഇതിലേക്ക്. കാരണം നമ്മളിപ്പോഴത്തെ ഇവരെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. പിന്നെടുക്കാം കേട്ടോ. ഗിഫ്റ്റ് വൈകിട്ട് അല്ലേ? ഗിഫ്റ്റ് ഹഗ്ഗാണ്. താങ്ക് യു പറയും. ഗിഫ്റ്റ് വൈകിട്ട് വരും. ആ ഗിഫ്റ്റ് മതിയോ? ഒരു ഉമ്മയും തരാം. ഇപ്പൊ മാമി ക്ലാസ് കഴിഞ്ഞ് വരികയാണ്. ഗിഫ്റ്റ് ഉണ്ട്. കണ്ണുറച്ചിരിക്കണം. മാമിന്റെ മാമിയുടെ ഗിഫ്റ്റ് കിട്ടി. മമ്മി പൊട്ടിച്ചേരണോ? തക്ക് തന്നെ പൊട്ടിക്കാന്ന് പറയണേ. ഞാൻ പൊട്ടിക്കട്ടെ. ഓക്കെ, മാമിന്റെ മാമിയുടെ ഗിഫ്റ്റ് തക്ക് പൊട്ടിക്കുന്നു ഗൈസ്. എടി നീ നടങ്ങ്. ഇതെന്തായിരുന്നു? എന്താന്നോട്ടെ? മാമന്റെ മാമൻ. സൂപ്പർ ഡ്രസ്. അങ്ങോട്ട് തിരിച്ചു പിടിക്കും. മാമന്റെ മാമയുടെ ഡ്രസ്സാണ്. ഇനി ഓരോ ഡ്രസ്സായിട്ട് തക്കിട്ട് കാണിക്കുന്നതായിരിക്കും അല്ലേ? നമുക്ക് ആ ഒരു പരിപാടിയിലേക്ക് കിടന്നാലോ? ഉമ്മച്ചി സ്റ്റിച്ച് ചെയ്ത ഡ്രസ് കേട്ടാ. ഉമ്മച്ചിയുടെ ഷോപ്പിന്റെ പേരെന്താ? തയ്യൽന്നാണ്. ഉമ്മച്ചിയുടെ ഷോപ്പിന്റെ പേര് ഇത്. ഞാൻ പറയാം, പാരഡൈസ് ഡിസൈൻസ് ബൈ ഷാഹിദ. അതാണ് ഷാഹിദ. കൊള്ളാട്ടത്. ഇത് ഓണത്തിന്റെ ഡ്രസ്സ് പോലായി ഉമ്മച്ചി അല്ലേ? നല്ല സ്റ്റൈൽ ഓണത്തിന്റെ ഡ്രസ്സ്, നല്ല സ്റ്റാൻഡേർഡ്.
അല്ല നല്ല രസമുണ്ട് ഇത് വൈറ്റ്. അവിടെ പോയി നിൽക്കും അനങ്ങാണ്ട് നിൽക്കണേ. ഉമ്മച്ചിയുടെ അടുത്ത ഡ്രസ്സ്, ഉമ്മച്ചി അടിച്ച അടുത്ത ഡ്രസ്സ്. അല്ല ഞാൻ നിൽക്കണേ, അവളെടുത്തു. അമ്മയുടെ ഉടുപ്പാണ് കേട്ടോ, അച്ഛൻ്റെ അമ്മയുടെ. ഷൂ ഇതെന്തൊക്കണാവത്. ഞാൻ നിൽക്കും ഇപ്പൊ ഫോട്ടോക്ക്. അവിടെ ഓക്കെയാണ്. അമ്മമ്മയുടെ അച്ഛനോട് താങ്ക് യു പറഞ്ഞ. നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടാ. ഒരു ഫോട്ടോ കൂടെ കഴിഞ്ഞിട്ട് ഉടുപ്പ് കഴിഞ്ഞു. ഉമ്മച്ചിയും വാപ്പച്ചിയും അച്ഛനും അമ്മയും മാമനും മാമിയും ഒക്കെ കൊണ്ടുവന്ന്. പിന്നെ അരുൺ കൊണ്ടുവന്നത് മറ്റേ ഇതാണ്, അതുമൊക്കെയാണ് ആളുടെ നോട്ടം. ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് വേണം അതിലേക്ക് കിടക്കാൻ. മാമി അപ്പൊ ഡ്രസ്സിന്റെ പരിപാടി നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. അപ്പൊ കഥ വാ, അവിടെ പോയൊരു ഫോട്ടോ എടുത്തു, അതുകൊണ്ട് അവസാനിപ്പിക്കാം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് അടിക്കാം. ഫുഡൊക്കെ നല്ല ഫുഡൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഗീ റൈസ്, ചിക്കൻ റോസ്റ്റ്, ബീഫ് ഫ്രൈ. 2 വെജിറ്റേറിയൻസ് ഉണ്ട് ഇവിടെ. എൻ്റെ ചേട്ടനും എൻ്റെ ഇവിടെ നാത്തൂര് ഇവർ രണ്ടുപേരും സസ്യബുക്കുകൾ. അപ്പോൾ ഇവർക്ക് വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് മഷ്റൂം മസാല. അപ്പൊ നമ്മുടെ ഈവനിങ് ഫംഗ്ഷനിൽ ഇതാ എല്ലാവരും എത്തിയിട്ടുണ്ട്. എല്ലാ ഫ്രണ്ട്സും. ഹലോ ഫ്രണ്ട്സ്, ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്താം. ഹലോ ഷീബു, പുതിയ ആങ്കർ. നിന്റെ ഷോയുടെ പേര് പറഞ്ഞു. ഷോയുടെ പേര് പറ. ഫോർ ദ ഗേൾസ് ബൈ ഗേൾസ് ഫോർ ഗേൾസ്. അനന്ത കമോൺ, നമ്മുടെ ഉറുവിയിലെ പഴയ ബേസ് ഗിറ്റാറിസ്റ്റ്. ഇത് നമ്മുടെ ഹാപ്പി അല്ലേ? സെറ്റാണോ? ഓക്കെ. ഓരോരുത്തരുടെ എല്ലാവരും പരിചയം. എന്താ പറയണ്ടല്ലേ? ശരി, സെറ്റല്ലേ ഡെറിക്ക്? ഹാപ്പി അല്ലടാ? നിനക്ക് നോക്കിയേ. ഇത് യാസർ. അതെ സീണ്ടാ. നമ്മള് രാവിലെ ഉണ്ടായിരുന്നു. രാവിലെ തൊട്ട്. അവര് പോർച്ചുഗൽ ഫാൻ, അത് അർജന്റീന ഫാൻ. നമ്മുടെ നൗഫല് ഇപ്പൊ വന്നുള്ളൂ കേട്ടോ. നൗഫല് ഞങ്ങൾ ഒരുമിച്ച് മാരാസി പഠിച്ചത്. അരുണ് നൗഫല് നമ്മുടെ ടീം. അത്ര മതിയത്. നമ്മുടെ യേക്കൂബ് നമ്മുടെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവില്ലേ? നമ്മുടെ ചലഞ്ച് വീഡിയോയിലൊക്കെ കുറച്ച് ഫേമസ് ആണ്. കാണാത്തതുണ്ടെങ്കിൽ ടാഗ് ചെയ്യാം വീഡിയോ. എന്താ കുറച്ച് പരിപാടികളോടെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടല്ലോ അല്ലേ? ശരി എന്നാ. ഇനി ബാക്കി അയ്യോ മാനുക്ക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതാ, നൗഫലിന്റെ ഭാര്യ, ഞങ്ങളുടെ ഫ്രണ്ട് ഭാനുമതി. ഭാനു മാസി വിടടാ. എന്തായാലും മോനുണ്ട് ഒരു മുതൽ കാണിച്ചിരുന്നു. അതെ, ആ ഈ ടീമുകളെ പരിചയപ്പെട്ടില്ലല്ലോ. അതെ, ഇതാണ് നമ്മുടെ ഹെൽവിൻ. എല്ലാം പോച്ച് മ്യൂസിക് ഡയറക്ടർ. നമ്മളെ പുതിയ ഇറങ്ങുന്ന പാട്ടാണ് എല്ലാം പോച്ച്. അത് പതുക്കെ പറയുന്നതായിരിക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ പാട്ടിൻ്റെ മ്യൂസിക് ഡയറക്ടറാണ് ഇരിക്കുന്നത്. മുഖം കാണിക്കുന്നത്. അവന് ക്യാമറ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ്. ഇത് മധു, നമ്മുടെ ഇത് സെൽവൻ എൻ്റെ വായിൽ വരുള്ളൂ. ഹെൽവിൻ്റെ ഭാര്യ മധു. ഇതെൻ്റെ ചേട്ടനോട്ടോ. ഇത് ചേട്ടനും ഞാൻ അനിയനും. നമ്പി ബേസ് ഗിറ്റാറിസ്റ്റാണ്. എല്ലാവർക്കും അറിയണമാണല്ലോ അല്ലേ നമ്പി? ഈ പാവട്ടെടുക്കണമെങ്കിൽ ശരിയെന്നാ ഞാൻ എല്ലാവരും പരിചയപ്പെടുത്തിട്ട്. സഞ്ജു പേടിച്ചിരിക്കണേ, ഇത് ഇവിടെ ഉണ്ടോന്ന്.
ബാൻഡിൽ ശരിക്കും സഞ്ജു ക്യാമറ വന്നു കഴിഞ്ഞാൽ ഓടും. ഇവിടെ പരിപാടിക്ക് വന്നാലും ഇവിടെ വന്നാലും തൊഴിലില്ല. അതെ. ഇത് നമ്മുടെ സഞ്ജുവിന്റെ വൈഫ് വധുവാണ്. നവംബർ 7-ാം തീയതി ഇവിടെ കല്യാണം ഇല്ലടാ. പക്ഷെ ഞാൻ ഉണ്ടാവില്ല. ചേച്ചി ഉണ്ടാവില്ല, അതിന്റെ വിഷമം ഞങ്ങൾ ഭയങ്കരമായിട്ടുണ്ട്. എനിക്ക് പ്രോഗ്രാം ഉണ്ടെന്ന് എന്റെ ഒരു സങ്കടത്തിലാണ്. ചേച്ചി വന്നിട്ട് നമ്മള് തകർക്കും. അത്രേ ഉള്ളൂ. അന്നാ ഞാൻ പോട്ടെ. അടുത്താണ് ആകാശ്. ആകാശിനെ നമ്മൾ ഇന്നലെ രാത്രി മുതൽ കാണുന്നതാണ്. ഇത് ഇന്നലെ രാത്രി തൊട്ട് ഇവിടെ ഉണ്ട് സജീവമായിട്ട്. ഇത് നമ്മുടെ റഹീമിന്റെ ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര വൈറലാണ്. എന്താണ് തക്കു ഫേവറേറ്റ് ആണോ? തക്കുവിന് ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ മൊത്തം ഇന്ന് വന്നേക്കുന്ന എല്ലാവരും അല്ലേ? അല്ല പിന്നെ നമ്മളത് കൊച്ചി മച്ചാനെ എല്ലാവർക്കും അറിയായിരിക്കും. കൊച്ചി മച്ചാന്റെ ഫോട്ടോസൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അടിപൊളി. ഇനി ആരും പരിചയപ്പെടുത്തണ്ട. എന്താ എന്തെങ്കിലും പറയണ്ട. ഫ്രഷ് ഇനി ആരല്ല പറയാം. നമ്മള് ദേവനെ കണ്ടില്ല. നമ്മുടെ സലാവതിയിലാണ് നമ്മുടെ എല്ലാ പരിപാടിക്കും നമ്മുടെ കൂടെ നിന്ന് കഷ്ടപ്പെട്ട് മരിച്ച കൂടെ നിൽക്കുന്ന ഒരു മനുഷ്യൻ. ഇത്രയും നല്ല ഒരു മനസ്സിന്റെ ഉടമകൾ അധികം കാണാൻ പറ്റില്ല. വെറുതെ പറയല്ല അല്ലേ? നിന്നോട് വെച്ചിട്ടുള്ള കാര്യം അങ്ങനെയാണ്. ഇടിക്കും. എന്തായാലും പറഞ്ഞോ. തക്കുവിന്റെ ബർത്ത്ഡേ പൊളിക്കും. അല്ല പിന്നെ ഇത് ദേവനെ എടുത്തോട്ടെ. ദേവാ നമ്മളെ ഇടയ്ക്ക് ഇവിടെ സെന്ററിലൊക്കെ എന്നിട്ട് പറയും. ആർക്ക് എന്താ പറയണ്ട? എടാ ഒന്നും പറയണ്ട. വളരെ നല്ല സെറ്റപ്പാണ്. ഒരുപാട് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരുപാട് ഗസ്റ്റുകൾ വന്ന് നമുക്കൊരു ഒത്തുകൂടൽ പോലെ. അതെ, ഞാൻ സമയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേക്ക് വരുന്നവരെ. അപ്പൊ അടുത്ത ആളിലേക്ക് പോയിട്ട് അടുത്ത ആളിലേക്ക് പോട്ടെ. നൗഷാദേ സുഖാണോടാ? നൗഷാദ് അറിഞ്ഞിട്ടില്ല. നമ്മുടെ ഉറുമി ബാൻഡിന്റെ ആദ്യത്തെ കീബോർഡിസ്റ്റ്. നോക്കരേ ആദ്യത്തെ കീബോർഡിസ്റ്റിനെ. സുഖല്ലേ? എങ്ങനെയാണ് വന്നത്? മെട്രോ തക്കന് ബർത്ത്ഡേ എന്താ പറയാനുള്ളത്? ഹാപ്പി ബർത്ത്ഡേ. തക്കുവിനോട് പറയാ. എന്നോട് പറയാ. അല്ല തക്കു ഇവിടെ ഉണ്ട്. തക്കുവിന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. കുട്ടി ഫ്രണ്ട്സ് ആയിട്ട് കളിക്കാണ്. നല്ലതാ. ചെറുതാരും ഇവിടെ ഇപ്പൊ കേക്ക് വരും. അപ്പൊ ശരി, ഇനി കേക്ക് വന്നിട്ട് ടക്കു കേക്ക് വന്നു. കേക്ക് വന്നല്ലോ. ഇങ്ങനെ ഇരിക്കും. ഒന്ന് ശ്രദ്ധിച്ചാ മതി. കേക്ക് കട്ട് ചെയ്താലോ എന്നാ? അപ്പോൾ ഗൈസ് നമ്മളിനി വീഡിയോ എടുക്കൽ നിർത്തുകയാണ്. കാരണം ഗസ്റ്റിനെ ഒന്നും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കലൊക്കെ നിർത്തി നമ്മളൊരു റിയൽ സെലിബ്രേഷനിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ ബൈ.